അപ്പൊ ഇതും തിന്നണം, അതും തിന്നണം, നമുക്ക് എല്ലാം തിന്നണം. ഞാൻ നിന്നെയാ പൊന്നുണ്ണിന്റെ കുഞ്ഞുണ്ണിന്റെ വീട്ടിൽ പോയിട്ട് പുഴയില് ചാടി മറിയാൻ പോവാണ് അല്ലേ? കൊല്ലും ഗൈസ്, നിങ്ങളൊന്ന് ചോദിച്ചാതെ. എടാ നീ അറിഞ്ഞോ? അടിയിൽ എന്തോ ഉണ്ട് കേട്ടോ കാര്യമായിട്ട്. ഒരു പുളിയില്ല. മോസ്റ്റ് ചളി ഇന്ന വേൾഡാണ് ഇരിക്കുന്നത്. പോടാ നൈറ്റില് വരണം, നൈറ്റില് വരണം. സിബ് ലൈൻ അല്ല, ടയർ ലൈനാണ് ഗൈസ്. എടാ ഊളനെ മതി, എടാ മതിയുടെ ഇതൊന്നും നമുക്ക് തിന്നാൻ കരഞ്ഞു പോകും. അവര് പറഞ്ഞാ അവിടെ നിന്നാ കൊറേ സ്ഥലം ഉണ്ട്, എടുത്ത് ചാടാം. ഏത് സൂപ്പർമാനാ? ഗൈസ് കണ്ടോ ഗൈസ്, അപ്പൊ ഈ വെയിലത്താണ് നമ്മളിനി പുഴ ചാടി. എല്ലാവർക്കും ഗൈസ്, അപ്പ നമ്മളിന്ന് വേഗം നോക്കി പോവാണ് ഗൈസ്. നമ്മളാ ചപ്പറി ചപ്പായിട്ട് നല്ല ഹവായിയൊക്കെ ഇട്ട്, ഹവായിയൊക്കെ ഇട്ട് നമ്മൾ നല്ല അതെ ഇപ്പൊ കറുപ്പായി പോയി, എന്റെ റെഡ് ആയി പോയി. നിന്റേതാ പച്ചയാണോടാ? നിന്റേതാറ്റേ? അയ്യോ സോറിടാ, ആള് മാറിപ്പോയി. അപ്പൊ നമ്മള് കൊടയൊക്കെ ചൂടി പൊരിഞ്ഞ പേർത്തതേ മത്തങ്ങയും തൂക്കി, പങ്ങന്റെ ചപ്പറി ബാഗും തൂക്കി നമ്മൾ പൊന്നുണ്ണിന്റെ കുഞ്ഞുണ്ണിന്റെ വീട്ടിൽ പോയിട്ട് പുഴയില് ചാടി മറിയാൻ പോവാണ് അല്ലേ? അപ്പൊ അവര് പറഞ്ഞാ അവിടെ നിന്നാ കൊറേ സ്ഥലം ഉണ്ട്, എടുത്ത് ചാടാം. നമ്മൾ വന്നിട്ട് കേക്കൊക്കെ ഉണ്ടാക്കുന്ന പറഞ്ഞേ മോസ്റ്റ് ആണ്. അവര് നമ്മളെ ഒരു മാസമായിട്ട് വിളിച്ചോണ്ടിരിക്കുക, നമ്മളാണെങ്കിൽ അവരെ പറ്റിച്ചോണ്ടിരിക്കുക. അതുകൊണ്ട് അവര് വഴക്ക് പറഞ്ഞ ലാസ്റ്റ് ഇന്ന് നമ്മളെന്താ ചെയ്യുന്നേ പറയടാ? അങ്ങോട്ട് പോകാൻ പോവാ. ആണോ? അതെല്ലോ, നമുക്കിത് പോകാടാ. സൂപ്പർ അല്ലേ? വാ പോകാം. അയ്യോ ഗൈസ്, ഇപ്പൊ അങ്ങനെ എന്നെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുന്നുണ്ട് കേട്ടോ, എന്നെ കൊല്ലും ഗൈസ്. നിങ്ങളൊന്ന് ചോദിച്ചാതെ. മഴ കുളിപ്പി എന്നെ രക്ഷിക്കുക. അയ്യോ എന്നെ ചെറിയ പൊട്ടിച്ചു. അത് തന്നെ അറിയിക്കാതെ ഇറങ്ങിയതാണ്. പക്ഷേ നാട്ടുകാരെല്ലാരും അറിഞ്ഞു ഞങ്ങൾ ഇറങ്ങിയത്. അയ്യോ അപ്പൊ അതുകൊണ്ടോ ഇതെന്താ സാധനം എന്നറിയോ? ഇതാണ് ബംബിളി പൂസ്, അല്ല പൊമല്ലോ. അപ്പൊ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ മഴയത്ത് വീണ പൊമല്ല വീട്ടിലിരിപ്പുണ്ട്. ഇന്നലെ നമ്മൾ താഴേക്ക് പോകുന്നപ്പോഴേക്കും അടുത്ത ഒരെണ്ണോട് ചാടി. അപ്പൊ നമ്മൾ ഓർത്തു അവർക്ക് കൊണ്ടുപോകാൻ ഓർത്തു കേട്ടോ. അതായിട്ട് അവർക്ക് കൊണ്ടുപോകാണ്. അപ്പൊ നമുക്ക് അവിടെ നിന്ന് പൊട്ടിച്ചൊക്കെ തിന്നും കൂടി നമുക്ക് ചെയ്യാം. മറ്റത് വീട്ടിലിരിപ്പുണ്ട്, ചീത്തയാവുന്നതിന് മുമ്പ് നമുക്ക് അതും തിന്നണം. അപ്പൊ ഇതും തിന്നണം, അതും തിന്നണം, നമുക്ക് എല്ലാം തിന്നണം. അപ്പൊ പൊരിഞ്ഞ വെയിലാണ്. അപ്പൊ ഈ വെയിലത്താണ് നമ്മളിനി പുഴ ചാടി നമുക്ക് പോകാം. കുഞ്ഞാജി മണം മുടക്കുന്നു. എന്താ പങ്ക? ഗൈസ് കണ്ടോ ഗൈസ്, ഇതിപ്പോ ക്യാമറ ആണല്ലേ, എന്റെ തല ഇറച്ചി അവിടെ കിടക്കും. അപ്പൊ നമ്മൾ നടന്നു പോവല്ലേ? അപ്പൊ നമുക്ക് വേഗം നടക്കാം, ഒത്തിരി ദൂരം നടക്കാനേ. ഈ പോട്ടർ എല്ലാത്തിനും പേടിയാ. നമ്മളൊരു പറമ്പിൽ നിന്ന് സാധനം കട്ടുപറിക്കാൻ പോവാണ്. അയ്യോ ഓട്ടോ വരുന്നുണ്ട്. എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചിലിമ്പിക്കാണേ. അപ്പൊ അതിന് നമ്മുടെ നാട്ടിൽ നമ്മൾ ചിലിമ്പിക്കാന്നാ പറയാ. വേറെന്താ ഇരുമ്പൻപുളിയോ? അയ്യോ ആ ചേച്ചി പഴംപൊരി വറുത്തോണ്ടിരിക്കുവാന്ന് തോന്നുന്നു. എടാ മതി മതി മതി, എടാ ഊളനെ മതി. എടാ മതിയുടെ ഇതൊന്നും നമുക്ക് തിന്നാൻ കരഞ്ഞു പോകും.
തിന്നാ കരഞ്ഞു പോവാ. തിന്നാല് മോസ്റ്റ് പുളിയും കൊണ്ട് വരുന്നുണ്ട്. എന്തിനാ കൊച്ചെ വാളാൻ വീതം കൊണ്ടെന്നേ? ഷോപ്പർ തുറക്ക്. ഇപ്പം ആ ചേച്ചി പഴംപൊരി ഇട്ടിട്ട് ഓടി വരൂട്ടോ. കാണുമ്പോളേ കൊതി വരുന്നല്ലോ. ആ മോസ്റ്റ് എനിക്ക് വേണം. അയ്യോ വായിൽ വെള്ളം വരുന്നു. ഇതെല്ലാം കൊച്ചു നിലത്തിട്ടു. ആ ചേച്ചി നോക്കുന്നുണ്ട്. അതോ നോക്കി സ്ഥലം വിട്ടോ നോക്കി. ചേച്ചി ഗായ്സ് ആ ചേച്ചി കണ്ടു. പഴംപൊരി കരിഞ്ഞു പോയി. ചേച്ചി അകത്ത് നോക്കോ. ചേച്ചിക്ക് ടൗണിലൊരു പഴംപൊരിൻ്റെ കടയുണ്ട്, ബേക്കറിയാണ്. അപ്പോൾ നല്ല പക്ഷേ നല്ല ടേസ്റ്റി പഴംപൊരിയാണ്. 10 രൂപയുള്ളൂ നല്ല പഴംപൊരി. 12 രൂപ വന്നിട്ട് പഴംപൊരിക്ക് 12 രൂപ കൊടുത്തു. മരം കഴിക്കുന്നതിനേക്കാളും ബെറ്ററാണ് 10 രൂപയ്ക്ക് സൂപ്പർ പഴംപൊരി. നമ്മൾ ഗായ്സ് അപ്പോൾ ചേച്ചി നമ്മളൊന്ന് നോക്കിയിട്ടുണ്ട്. ആള് മനസ്സിലാവും ബംഗാളിയാന്ന് ഓർത്തിട്ടാണ് നോക്കിയിട്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. അതായത് വേസ്റ്റ് വെക്കാൻ വന്നവരാണ്. എന്തായാലും നമുക്ക് ചിലിമ്പിക്ക് കിട്ടിയിട്ടുണ്ട്. ഏതെങ്കിലും തലയാവട്ടെ, നമുക്ക് മോസ്റ്റ് ചിലിമ്പിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നോ റിയാക്ഷൻ ചെയ്യാം അല്ലേ? യെസ് വാ ഗായ്സ് നമുക്ക് പങ്കം കഴിക്കും. നോക്കാം. ഞാൻ കഴിക്കും. നോ റിയാക്ഷൻ. എങ്ങനെയുണ്ട്? കണ്ണിക്കൂടി അയ്യോ മേത്തിട്ടു. ഇത് മോസ്റ്റ് റിയാക്ഷനാ. കണ്ണിക്കൂടി വെള്ളം വന്നു പോയി. ഗായ്സ് അതിന് വാവാറ്റി കൈമാറ്. പങ്ങനോട്ടെ വാവാറ്റിയാണേ. ഇത് നമുക്ക് മുക്കാലും തീർത്തു. തിന്നണം. നിങ്ങളൊക്കെ വിറയ്ക്കുന്നില്ല. പൊടിച്ചിട്ട് വിറക്കിയത് പിടിക്കും. എടാ ഞാൻ കഴിക്കാം. എനിക്ക് കൊതിയുണ്ട്. എനിക്ക് വേണം. മധുരമുണ്ട് മോസ്റ്റ് ഗൈസ്. വെള്ളത്തിനധികം പുളി. കഴിച്ചോട്ടെ ചേച്ചി. പറ്റില്ല ചേച്ചി. നല്ല മധുരമുണ്ട്. അതാ മോസ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് എന്നാ ഇത്ര പുളിക്കുന്നേ? അവർ നാരകയല്ലേ അതുപോലെ ടേസ്റ്റ് അല്ലേ? കൊട ഇങ്ങനെ പിടിക്കണം. ചില്ലിമ്പി എന്റെ ഗായ്സ് ഭയങ്കര പുളിയാണ്, രക്ഷയില്ലാത്ത പുളിയാണ്. കാരണം കണ്ണിക്കൂടി വെള്ളം വന്നു, തൊണ്ട എന്തോ ആയില്ലേ? അവിടെ അവരുടെ അടുത്തേക്ക് പുഴ പോകേണ്ട കാര്യമില്ല കേട്ടോ. നമ്മളിത് പറഞ്ഞ തിന്നവിടെ പുഴയാവും. അത് സത്യമായിട്ടും അങ്ങനെ എന്തോ മോസ്റ്റാന്നൊക്കെ പറയുന്നുണ്ട്. എന്താ അവസ്ഥയാണോ? എന്തായാലും അടിപൊളിയാണ്. എനിക്ക് നാക്കപ്പുളി എന്തോ ഒരു ടൈപ്പ് തരിപ്പാണ് ഗായ്സ്. പുളി എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര പുളി. അതന്നെ മധുരപ്പുളി. ഇതാണ് ശരിക്കും. അതെ നാവിലെന്തോ ആസിഡ് വേണമല്ലോ എന്തോ ആവുന്നിട്ട്. എന്തായാലും നടുവത്തെ മുമ്പത്തെ പല്ലും കൊണ്ട് കടിക്കാത്ത ഭാഗ്യം. ഓൾറെഡി അതിന്റെ സെൻസോഡ് അതിന്റെ ആവശ്യമാണ്. മാങ്ങ കഴിക്കുമ്പോൾ, അതെ ഐസ്ക്രീം കഴിക്കുമ്പോഴും കോഫി കുടിക്കുമ്പോഴല്ല. ഓക്കെ ഗായ്സ്, അങ്ങനെ നമ്മൾ അടിപൊളി ചിലിമ്പിക്ക ടാസ്ക് ഒക്കെ കഴിഞ്ഞ് നമ്മൾ നടക്കുവാണ്. അമ്മേ അപ്പൊ നമുക്ക് ഓൺ ദ വേ അവരുടെ അടുത്തേക്ക് ഓടിച്ചാടി പോവാം. ജയമേ മനുഷ്യനെ പിടിച്ചിടുവോ ഇയാള്? വാവ് ഗായ്സ്, നമ്മുടെ വെള്ളിമല ശ്രീ ഉമാമഹേശ്വര മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിൽ നമ്മൾ പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വഴിയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇതാ ഉത്സവത്തിനൊന്നും നമ്മൾ ഇവിടെ ഉണ്ടായിരുന്നില്ല, നമ്മൾ തമിഴ്നാടായിരുന്നു. ആ ടൈമിലായിരുന്നു ഉത്സവം. നമുക്ക് പ്രാർത്ഥിച്ചിട്ട് പോവാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഓൺ ദ വേ നടക്കാം കേട്ടോ. അപ്പോൾ കുന്നുംപൊക്കത്താണ് നമ്മുടെ അമ്പലം ഉള്ളത്. മോസ്റ്റാണ്. അയ്യോ
നമുക്ക് നടക്കാം ഗൈസ്. നിങ്ങൾ എന്താ സെൽഫിഷ്? തലക്കിടിച്ചോ. നമ്മള് 1.5 മണിക്കൂർ നടന്നത് അവരെ വീടെത്താനായിട്ടുണ്ട്. മടുത്തു എന്ന് പറഞ്ഞാൽ മടുത്തു ഗൈസ്. ഭയങ്കര വെയിലാണ്. ഇത് 11:30 വരുന്നത് പറഞ്ഞാണ് ഗൈസ്. 12 എടാ എന്റെ കാലെടുക്കാൻ കൂടെ വരുമോ? ടൈമിംഗ് ആണല്ലോ. മേമിയുടെ ട്യൂഷൻ കുട്ടികളാണ് ഗായ്സ്. അങ്ങനെ നമ്മളിത് മേമീൻ്റെ വീട്ടിലേക്ക് നടന്നു പോവാണ് കേട്ടോ. അപ്പോൾ മേമീൻ്റെ ട്യൂഷൻ കുട്ടികളൊക്കെ മേമി തിരിച്ച് വീട്ടിലേക്ക് വിട്ട ടൈമിലായിരുന്നു നമ്മൾ കയറി ചെന്നത്. അപ്പോൾ നമുക്ക് ഓൺ ദ വേ പോവാം കേട്ടോ. ഈ കോടേജ് കുട്ടികളാണ്. അപ്പൊ മേമി അവരെ വിടുന്നുണ്ട്, തിരക്കിലായി പോയി ഗായ്സ്. അപ്പൊ നോക്കുമ്പോൾ ഇവിടെ കുഞ്ഞുണ്ണീനെ മാത്രം കാണുന്നില്ല കേട്ടോ. കട്ടിക്കുട്ടന്മാര് പിന്നെ കയറി വന്ന അവിടെ പിന്നെ കുറേയും ബഹളം ഒക്കെ ആയിരുന്നു. അപ്പൊ അവരുടെ അടുത്തും കൂടി നമുക്ക് ഓടിപ്പോയി മിണ്ടിട്ട് വരാം ഗായ്സ്. ലെറ്റ്സ് ഗോ. ടൈം പിടിക്കും ഗായ്സ്. ഇതിനെ കൈ കടിക്കുമെന്ന് അറിയില്ല. നമുക്ക് നോക്കാം. എന്താടാ നീ എന്നെ വരട്ട് വേണോ? അതാ ഓക്കെ, നമ്മൾ വെള്ളം കുടിക്കട്ടെ. അപ്പൊ അവിടെ കുഞ്ഞുണ്ണി ഇവിടെ ഇല്ല. അവൻ നമ്മുടെ കായിക മന്ത്രി വന്നുകൊണ്ട് മന്ത്രിയെ എതിരേൽക്കാൻ വേണ്ടി പോകാന്ന് പറഞ്ഞു. അപ്പൊ കുറച്ച് ലേറ്റ് ആവുമായിരിക്കും. സാരല്ല, നമുക്കപ്പോ കുറച്ച് വെള്ളം കുടിക്കാം. എടാ പച്ചവെള്ളം വാ, നമുക്ക് അടുക്കളയിലേക്ക് പോവാം. പൊന്നുണ്ണി പറയുന്നതല്ല, പണിയെടുക്കുന്ന നമുക്ക് കാണാം. വേഗം ഉണ്ടാക്ക്. എന്താന്ന് ഉണ്ടാക്കി രാവിലെ? രാവിലെ ഉണ്ടാക്കുന്നുണ്ടോ? കളി തന്നെ. മസാല കേക്കോ? എരിവുള്ള ബിസ്ക്കറ്റുകൾ, എരിവുള്ള കേക്ക്. ആൾക്കറിയാം ഞങ്ങൾ എന്ത് കറിയാണ് ചൂടുള്ളല്ലേ മിമി? ചൂടുള്ള വെച്ച് തരാം. പച്ചവെള്ളമാണോ കൊടുക്കുന്നത്? മധുരല്ല, പുളിയില്ലാത്ത മാങ്ങയാ. ഒന്ന് ഞെട്ടി എല്ലാരും. അത് ബിഗ് ആ വലിയ മാങ്ങയല്ലേ ഗായ്സ്. അങ്ങനെ നമുക്ക് മേമേതേ പുളിയില്ലാത്ത മാങ്ങ കൊണ്ടു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ ഈ മാങ്ങ കഴിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പം ടോട്ടൽ 3 മാംഗോസ് ഉണ്ടായിരുന്നേ. അപ്പം നോക്കുമ്പോൾ ഇതിൻ്റെ എന്താ പറയുക, ഒന്നിനും മധുരമില്ല. പക്ഷേ മധുരമല്ല ഗൈസ്, പുളിയില്ല കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായി തോന്നി. കാരണം നമ്മളിങ്ങനത്തെ മാങ്ങ കഴിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മളൊരു ഇറച്ചി കഴിക്കുന്ന പോലെ നമുക്ക് തോന്നും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് കറുമുറ നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഭയങ്കര ഇത് എൻ്റെ അടുത്തുനിന്നൊരു കഷ്ണം തട്ടിപ്പറിച്ചുകൊണ്ട് കൊച്ചു ഇതേ കറുമുറ കഴിക്കുകയാണ്. അപ്പോൾ നല്ല രസമാണ്. ഇച്ചിരി പോലും മധുരം തന്നെ വായിലായിരുന്നു. ഇച്ചിരി പോലും പുളിയില്ല കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ മുറിക്കുകയാണ് ഗൈസ് മാംഗോസ് എല്ലാം. അപ്പോൾ നോക്കുമ്പോഴതിനകത്ത് നമ്മുടെ മാംഗോയിൻ്റെ സീഡ് കാണുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ സീഡ് ശരിക്കും ഉറച്ചിട്ടുണ്ടായിരുന്നില്ല. മാത്രമല്ല സീഡ് ഭയങ്കര ചെറുതുമായിരുന്നു കേട്ടോ. അപ്പോൾ തന്നെ മനസ്സിലായി ഈ മാംഗോ പഴുത്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും എന്ന് ഞാൻ ഇങ്ങനെ വിചാരിച്ചു കേട്ടോ. അപ്പോൾ മാങ്ങ പഴുക്കാതെ തന്നെ ഇത്രയും വലുതാണെങ്കിൽ പഴുക്കുന്ന ടൈമിൽ അത് എത്ര വലുതാവുമായിരിക്കും. ടേസ്റ്റ് ആയിരുന്നു ഗൈസ്, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് 3 എണ്ണം ഉണ്ട്. അപ്പം ഇത് കുറേ എണ്ണം തിന്നു കഴിഞ്ഞാൽ വയറ് ഫുൾ നിറയും. പിന്നെ ഉച്ചയ്ക്ക് നമുക്ക് ചോറൊന്നും കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരെണ്ണം കഴിക്കുന്നുള്ളൂ. അപ്പം ഇതിനെന്തെങ്കിലും ടച്ചിങ്സ് ഒക്കെ മുറിക്കണമെന്ന് നമ്മൾ ഓർത്തു. മുറിക്കണമെന്നല്ല, ടച്ചിങ്സ് ഉണ്ടാക്കണമെന്ന് ഓർത്തു. സത്യം പറഞ്ഞാൽ ഉപ്പിൻ്റെ ആവശ്യം പോലും നമ്മുടെ ഈ മാംഗോയ്ക്കില്ല. നമുക്ക് വെറുതെ ഇങ്ങനെ എടുത്ത് കഴിക്കാൻ വേണ്ടി പറ്റൂ കേട്ടോ. അപ്പോൾ എന്തായാലും മോസ്റ്റ് ടേസ്റ്റി മാംഗോ ആയിരുന്നു ഗൈസ്. നമുക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അത് തൊണ്ടിനാണ് മോസ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നത് ഗായ്സ്. അപ്പം നമ്മുടെ കുഞ്ഞുണ്ണി വരാൻ വേണ്ടി നമുക്ക് പുഴയിൽ ചാടാൻ വെയിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ പൊന്നുണ്ണിൻ്റെ TC വാങ്ങാൻ വേണ്ടി മേമി ഇപ്പോൾ പോവുകയാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് മൊത്തത്തിൽ ഇന്ന് മൊത്തം ബിസി ഡേ ആയി. ഇപ്പോൾ ഈ മണ്ടനാണെ പറഞ്ഞില്ല, വരുന്നതിന് മുമ്പ് ഇവൻ ഒന്ന് പറഞ്ഞിരുന്ന പിന്നെ നമ്മൾ നാളെ വന്നേനെ. നാളെ വരുവാണെങ്കിൽ എല്ലാവരും ഇവിടെ ഉണ്ടാവും ചെയ്തേ. നമുക്ക് വൈബ് ആക്കാം. ആദ്യമേ പറയണ മേമി വന്നിട്ട് ഞങ്ങൾ പുഴയിൽ പോയാ പോരെ?
വേണ്ട ഞങ്ങളെ പ്ലേ സിനിമ കാണാം. ഗായ്സ് ഇപ്പൊ ഇവന് ഏതോ വലിയ സിനിമയൊക്കെ ഡൗൺലോഡ് ചെയ്ത് പറഞ്ഞേ. അപ്പൊ ഗായ്സ് നമുക്ക് ഫസ്റ്റ് നമുക്ക് സിനിമ കാണാൻ വേണ്ടി പോവാം. അപ്പൊ ഏതോ ഗോസ്റ്റ് മൂവിയാന്ന് തോന്നുന്നല്ലേ. ഏറുമാടോ? അതെവിടെയാ? എടാ ഇവൻ പറഞ്ഞത് ഇടിഞ്ഞു വീണെന്ന്. അത് സിപ്ലല്ലേ, അതൊക്കെ നമ്മളൊന്ന് റെഡിയാക്കിയല്ലോ. ഓക്കെ, ഇവൻ ഏറുമാടക്കണെന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെയൊക്കെ പോയി നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. വാ സിനിമ കാണാൻ പോവാണ്. അപ്പൊ ബേബി പറയുന്നു ആ സിനിമ കണ്ടാൽ നമ്മള് പോഴെ പോലെ പോരാ. അപ്പൊ അത്രയും പേടിയാവും. നമുക്കൊരു പേടിയുണ്ട്. ആണോ മേമി? ഏതെങ്കിലൊക്കെ വെക്കും അല്ലേ ഗായ്സ്. അപ്പൊ നമ്മൾ ഹൊറർ ഫിലിം കാണുന്നുണ്ട്. ഹൊറർ ടച്ച് കൊടുക്കാൻ വേണ്ടി നമ്മുടെ പൊന്നുണ്ണി ഹൊററിന്റെ ഒക്കെ എന്തൊക്കെയോ ലൈറ്റ് ഹോണ്ടർ ആയിട്ടുള്ള ഐസ്ക്രീം ബോളിന്റെ പെയിന്റ് അടിച്ചാണ്. എന്റെ മോനെ കളിയാണ് പ്ലാൻ. അത് മോസ്റ്റ് ആണ്. അപ്പൊ കൊറേ എണ്ണം വാങ്ങി കൊറേ കളർ അടിച്ചു വെച്ചാൽ നമുക്ക് കൊറേ എണ്ണാക്കാം അല്ലടാ. വായിച്ചു പ്രേതക്കഥയാണല്ലേ. ഇപ്പൊ നമ്മൾ കാണാൻ പോകുന്ന അതെയാ? പിന്നേതാ? വീഡിയോ എടുക്കുന്നില്ലല്ലോ, നീ പറഞ്ഞോ. നമ്മുടെ പൊന്നുണ്ണി അപ്പോൾ കാര്യമായിട്ട് ഏതോ സിനിമേൻ്റെ കഥയാണ് ഗായ്സ് എനിക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാനതിങ്ങനെ കേൾക്കുവാണ് കേട്ടോ. അപ്പോൾ ഏതൊരു ഡോഗിൻ്റെ കഥയാണ് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് നമ്മുടെ മൂവിയിലേക്ക് കിടക്കാം. എടാ നീ അറിഞ്ഞോ? കറണ്ട് പോയി. ഭയങ്കര ഭാഗ്യം നമുക്ക് ഈ കാര്യത്തിലേക്ക്. എന്റെ ദൈവമേ, എന്തൊരു അവസ്ഥയാണ് എന്റെ ദൈവമേ. കറണ്ട് വന്നു. ഇതാണ് ഹൊറർ മൂഡ്. എന്താണ് തല ഉണ്ടത്തല കാണുന്നില്ല. ഗായ്സ് അപ്പൊ നമ്മള് നല്ല ഹോൾഡർ ആയിട്ടുള്ള വൈബാക്കാൻ വേണ്ടി അതോ അപ്പൊ ഇരുട്ടത്തുള്ള കളിയാണ് ഗായ്സ് ഈ മുഴുവൻ കാണുന്നത്. അപ്പൊ നമുക്ക് നോക്കാം നമ്മുടെ ഹോണ്ടഡ് മൂഡ്. കണ്ടു വന്നു വന്നു വന്നു. കയ്യും കാലൊക്കെ അങ്ങനെ റെഡ് ലൈറ്റിൽ നമ്മൾ ശല്യം വൈബാക്കാൻ പോവാണ്. അയ്യോ ഗായ്സ്, അപ്പൊ ഞാൻ സിനിമ കണ്ടിട്ട് ബാക്കി പരിപാടി പറയാം. അപ്പൊ ഞങ്ങൾ ഗായ്സ് അപ്പൊ നമ്മുടെ സിനിമേന്റെ പേരാണ് ഹൗസ് ഓഫ് വാക്സ്. വാ നമുക്ക് നോക്കാം. ലെറ്റ്സ് ഗോ. അപ്പൊ നമുക്ക് ബ്രേക്ക് ആണ്. ഇന്റർമിഷൻ ഒന്നുമല്ല കേട്ടോ. എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് കേക്ക് വെച്ചിട്ടുണ്ട് ഗായ്സ്. അപ്പൊ കേക്ക് എന്തായി നോക്കാൻ വേണ്ടി എന്താ പറ്റിയേ? കുക്കറിലാണ് ഗായ്സ് കേക്ക് വെച്ചേക്കുന്നത്. ഗായ്സ് അപ്പൊ നമ്മുടെ കേക്ക് വന്നിട്ട് ഇതാണ്. അപ്പൊ അതായോന്ന് അറിയത്തില്ല. എന്തായോ മോസ്റ്റ് കടലക്കറിയും ദോശയും കണ്ടത്. ഇവന്മാർ അപ്പോഴേക്കും ആർത്ത് കയറി, എനിക്കും കയറി തിന്നാൻ പാ. ലൈറ്റിംഗ് ആണ് ഗൈസ്, ഭയങ്കര ലൈറ്റിംഗ് ആണേ. എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര വിശപ്പാണ്. അതന്നെ, വീട്ടിൽ നിന്ന് ഒരു വിശപ്പില്ല. കേക്കായി ഇത് തന്നെ കൊണ്ടുവന്നു. ഗായ്സ് നമ്മുടെ മോസ്റ്റ് കേക്കാണ്, മറിച്ചിട്ടേക്കുവാണ്. വാവ് ഗായ്സ്, നമ്മുടെ കേക്ക് ഇതാണ്. എൻ്റെ മോനെ അടിപൊളി, നല്ല ചൂട് പാറുന്നുണ്ട്. വേഗം കട്ട് ചെയ്യ്, തിന്നാം. ഗായ്സ് നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. ഹാപ്പി ബർത്ത്ഡേ ഹൊറർ മൂവി. ബർത്ത്ഡേ വാടാ. വാവായിട്ടുണ്ട്. അതാ ഇത് എനിക്ക് വരണ്ടാവും. മര്യാദയ്ക്ക് വന്നോ? ഞങ്ങളുടെ വിശന്നിരിക്കുക. ചൂടാറി കഴിഞ്ഞിട്ട് കുറച്ച് എടുത്താലോ? അപ്പം അടുക്കി കല്ല മുകളിൽ തന്നെ സോഫ്റ്റ് വലിക്കടാ. മോസ്റ്റ് ചൂടാണ് ഗൈസ്. തോമാഞ്ചേരിയില് ജെറിക്ക് ഇഷ്ടമുള്ള സാധനല്ലേ, അതുപോലില്ല. അത്ര ഉണ്ടോ? എനിക്കൊരു പീസ് തരോ? മോസ്റ്റ് ടേസ്റ്റ് ആണ്. അപ്പൊ ശരി എന്നാ എനിക്കൊരു പീസ് എനിക്കറിയാതെ അവസ്ഥ. എടുക്ക അങ്ങനെ മോസ്റ്റ്.
അങ്ങനെയുണ്ടോ മോസ്റ്റ് പൊട്ടിട്ട് എടുക്കാൻ പറ്റില്ല. ഗായ്സ് അപ്പൊ നമ്മുടെ കേക്ക് വന്നിട്ട് മോസ്റ്റ് ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. 2 റെസിപ്പീസും കൂടെ കാണാം. അമ്മേ നമുക്ക് ബാക്കി സിനിമ കണ്ടിന്യൂ ചെയ്യാം ഗായ്സ്. അങ്ങനെ നമ്മുടെ കുഞ്ഞുണ്ണി കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്ക് എന്തി അല്ലെ അവിടെ കുഞ്ഞുണ്ണി വന്നിട്ടുണ്ട്. അപ്പൊ നമ്മളിനി എങ്ങോട്ടാ? അതെ, അപ്പൊ നമ്മൾ ഓർത്ത് പുഴ ചാടുമ്പോ അപ്പൊ നമ്മൾ തലയിൽ ഇത് എണ്ണയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ വീട്ടിൽ ഓർത്തെടുത്തോ? അപ്പൊ നമ്മൾ നമ്മുടെ മുണ്ടൊക്കെ ഊരി പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ തലയില് നമ്മുടെ തലയൊക്കെ കെട്ടി അതോടെ വേണ്ടല്ലോ, വേണ്ട, എന്നാണ് നമുക്ക് ചാടാം. അപ്പൊ നമുക്ക് തലക്കെട്ടൊക്കെ കിട്ടി ഇറങ്ങാം. അല്ലേടാ? സെറ്റല്ലേ? ആ സെറ്റ്. തലക്കെട്ടൊക്കെ നമ്മള് കെട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ മണ്ടന്മാരെ തലയെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. സോക്സ് കയ്യില് മോസ്റ്റ് സോക്സ് ആണ്. എടാ പറയടാ, പൊള്ളുന്ന വെയിലാണ്. മുണ്ടൊക്കെ എറിഞ്ഞുകൊണ്ട് തന്നെ സീനാണ്. എടാ നീ പാൻറ് ഇടുന്നേ, അടിക്ക് നിൽക്കണുണ്ടോ? ആ അവിടെ നിന്ന് അപ്പൊ നല്ല സീൻ. അപ്പൊ നമുക്ക് ഓൺ ദ വേ പോകാം ഗൈസ്. ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പൊ നമുക്ക് അപ്പുറത്തേക്ക് കടക്കേണ്ടതായിട്ടുണ്ട്. വണ്ടി ഉണ്ടോടാ? ഓടിക്കോ ചേച്ചി, ഓടിക്കോ. അതാ ബിഗ്ഗാ ഇരുന്നോണ്ട് എന്റെ കാല് ചുറ്റിക്കോ. ഇത് എന്നാ ഒരു വെയിലാ ദൈവമേ. കറുത്ത് കരിക്കട്ടയാവും അവിടെ എത്തുമ്പോ. ഗായ്സ് മോസ്റ്റ് ചൂടാണ്. ഫോൺ ചൂടായിട്ട് ഹാങ് ആവുക. അയ്യോ മോസ്റ്റ്. അതെ, ഫോണിനും ചൂടെടുക്കുന്നുണ്ട്. അവിടെയാണോ നമ്മുടെ? അവിടെയാ എന്റെ മോനെ. ഗായ്സ് അപ്പൊ നമ്മൾ അന്ന് ഇവിടെ വന്നിട്ട് വ്ളോഗ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, വയലിലൊക്കെ വന്നിട്ടുള്ളത്. അപ്പൊ ഞാൻ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പൊ നമ്മള് ഏകദേശം ആ സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പൊ ഇവിടുത്തെ ഞാറൊക്കെ കൊയ്ത് കഴിഞ്ഞു ഗായ്സ്. മോസ്റ്റ് ചളി ഇൻ ദ വേൾഡ് ആണ് ഇരിക്കുന്നത്. പോടാ, അതെല്ലാം അറിയാവേ ഗായ്സ്. അപ്പൊ നമ്മൾ ചാടാൻ വേണ്ടി പോവാണ്. അപ്പൊ നമ്മുടെ വഴി ഇത് ഈ കാണുന്നതാണ് അല്ലേ? ഇറങ്ങി പോണെന്നുള്ളൂ. അതല്ലേ സാരല്ല, വാ കുഴിയിലൊക്കെ ചാടി നമുക്ക് സർവൈവ് ചെയ്ത് നമുക്ക് പോവാം. ലെറ്റ്സ് ഗോ ഗായ്സ്. ആ പുഴയിൽ നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോ ഒരു ഭയങ്കര മോസ്റ്റ് കുഞ്ഞിന്റെ പുതിയ സോക്സ് ആണ് നമുക്ക് ഫോണിടെ അടുത്തത്. അപ്പൊ നമ്മുടെ വീടിന് അറിഞ്ഞത് അതാണ്. അത്രയും ദൂരം നമ്മൾ വന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നേ ഇല്ല കേട്ടോ. അയ്യോ അപ്പൊ നമ്മുടെ വയലാണിത്. അപ്പൊ ഇവിടെ ഇനി ഞാറൊക്കെ നടന്ന ടൈം ആകുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കാം. നമുക്ക് ഒഴിക്കുന്ന സമയത്ത് നമ്മൾ വന്നില്ല കൈ നമുക്ക് ഇതിലേക്ക് നടക്കാം. ബട്ട് നമ്മൾ ഫുള്ള് മിക്കവാറും ആട് ജീവിതമാവും. അത്രയ്ക്ക് വെയിലാണ്. എവിടെ കയ്യുണ്ണി ഉണ്ടോ ചേച്ചി? ഗായ്സ് അപ്പൊ നമ്മൾ ഇങ്ങോട്ടേക്ക് ആദ്യമായിട്ടാണ്. നമുക്കൊന്നും അറിയത്തില്ല. ഇവന്മാർ പറയുന്ന കേട്ട് നമ്മൾ അവരുടെ കൂടെ പോവുകയാണ്. അപ്പം അവരിതേ ഫ്രണ്ടിൽ വഴി വെട്ടി വന്നതാണ്. അപ്പോൾ അവർ വഴി വെട്ടി നടക്കട്ടെ, നമുക്ക് അവരെ പുറകെ നമുക്ക് ഫോളോ ചെയ്ത് പോവാട്ടോ. അപ്പം നോക്കി ഇവിടെ ഫുള്ള് ഇല്ലിക്കാടുകളാണ്. ഫുള്ള് സൈഡിൽ ഫുള്ള് ഇല്ലിയാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഈ വെയിലാണ് കേട്ടോ. അപ്പം 2:45 അപ്പോഴാണ് നമ്മൾ പുഴയിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ ഇവിടെ സിനിമ പകുതി വെച്ച് ഡ്രോപ്പ് ആയിട്ടുണ്ടല്ലേ. അയ്യോടാ അതെന്നെ സംരക്ഷിച്ചോണ്ടിരിക്കുന്നത് പൊട്ടാ. അപ്പം നമ്മുടെ നമുക്ക് വീട് ചെന്നിട്ട് നല്ല വിശപ്പുണ്ടാകും. അപ്പം നമുക്ക് മൂവിയൊക്കെ കാണാം. നമുക്ക് പുഴയിൽ പോയി ചാടേണ്ട ആവശ്യമുണ്ട്. ലെറ്റ്സ് ഗോ. അതാ ഇനിയെന്താ ചെയ്യാ? വേറെ ഇവിടെ തുറന്നിട്ട് എന്താ വെള്ളം കൂടുവോ? ഗായ്സ് ഞാൻ നമുക്ക് പുഴ കാണിച്ചു തരാം. വാവ് ഗായ്സ്, ഇതാണ് നമ്മുടെ പുഴ എന്ന് പറയുന്നത്. അപ്പോൾ ഇവര് വെള്ളം തുറന്നു വിട്ടു. അതുകൊണ്ട് തന്നെ വെള്ളം നല്ല കൂടുതലിട്ടുണ്ടാവൂലടാ? അല്ലടാ കുറവാണോ കൂടുതലാണോ? ഇവിടെ ഞാനോർത്ത് അവിടെയാന്നാ.
അയ്യോ വെള്ളം തുറന്നു വിട്ടു. ഇനിയിപ്പോ എന്താ ചെയ്യാ? അയ്യോ ഗായ്സ്, അപ്പൊ നമ്മുടെ കാല് മുക്കാനുള്ള വെള്ളം ഉണ്ടോ? നമുക്ക് അതിന്റെ ഇറങ്ങാൻ നോക്കട്ടോ. സ്ലൈഡറാണ് ഗൈസ്. കുളിക്കാൻ പറ്റിയ വേറെ ഏതെങ്കിലും സ്ഥലമുണ്ടോ? മൊത്തത്തില് വെള്ളം തുറന്നു വിട്ടോണ്ട് അവസ്ഥയാണ്. പട്ടന്മാർക്ക് ഇന്ന് തന്നെയാണ് തുറന്നിടാൻ സമയം കിട്ടിയുള്ളൂ. ഭാഗ്യാണ്. മോസ്റ്റ് നല്ലതാ പറയണ്ടേ. ആരാടാ കളി കണ്ടേ? പോയി കൊല്ലടാ അവനെ. ഞാൻ നിന്നെയാ നല്ലൊരു സോക്സ് അറിയുന്നേ. ഒരു വെള്ളം തുറന്നു വിട്ടുകൊണ്ട് നല്ല പണി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോ എന്ത് ചെയ്യും? നിങ്ങൾ തന്നെ പറ, എന്ത് ചെയ്യും? ഞങ്ങളുടെ ഡാമിന്റെ ഷട്ടർ ഓൺ ചെയ്ത് അല്ല തുറന്നു വിട്ട് ഗൈസ്. അതുകൊണ്ട് ഡാമിൽ മുങ്ങാൻ പറ്റിയില്ല. ഡാമാണ് ഗൈസ്, കുഞ്ഞു ഡാമാണ്. ആരൊക്കെ മുറുക്കി തുപ്പിയിട്ടുണ്ട് അവിടെ. സ്മെല്ല് ഇവിടെ വന്നു ഗൈസ്. ഇത് വാളവയൽ പുഴയല്ലേ? ഞാൻ പറയാം, വാ നമുക്ക് വീട്ടിൽ പോവാം. വേണേ നമ്മുടെ കുഞ്ഞിത്തോടിൽ ഇറങ്ങിയിട്ട് പോവാം. കുഞ്ഞിപ്പുഴയിൽ പൂർണ്ണി ചാടിപ്പോവാണോ? എനിക്ക് പേടിയാവുന്നുണ്ട് കുഞ്ഞത്തി. നമുക്കറിയാത്ത പുഴയല്ലേ. ചാടാൻ പറ്റില്ല. ഡാമേ പൊട്ടനേതാ അത് അടച്ചു വെച്ചത്, അല്ല തുറന്നു വിട്ടത്? അടച്ചായിരുന്നു വെക്കേണ്ടത്, തുറന്നു വിട്ടതാണ് പ്രശ്നം. നമുക്കിന്ന് ചാടാൻ പറ്റില്ല. നമ്മൾ ബിഗ് സസിയായി. ഇതിപ്പോ ശശി ബ്ലോഗ് പാർട്ട് 3 ആണ്. ഗായ്സ്, അങ്ങനെ നല്ല മുട്ടൻ ശശിമാരായി ഞങ്ങൾ 5 പേര്. 3 പേര് പോയാലാണ് ശശിയാവെന്ന് പറഞ്ഞു കേട്ടത് വെറുതെയാണ്. അതന്നെ. ചെരുപ്പ് പൊട്ടി സീനാണ് ഗായ്സ്. അപ്പൊ നമുക്ക് നമ്മുടെ പഴയ തോട്ടിലൊന്ന് ഇറങ്ങാൻ നോക്കുകയാണ്. അപ്പൊ നമുക്ക് അങ്ങനെ തോടെന്ന് വിളിക്കണ്ട, അങ്ങനെ നമുക്ക് പുഴയാക്കി വിളിക്കാം. നമ്മുടെ വലിയ പുഴയെ നമുക്ക് ഇറങ്ങാൻ ഗായ്സ്. നമ്മൾ ഒരു തോട്ടിലും ഒരു തലയിലും ഒരു പുഴയിലും നമ്മൾ ഇറങ്ങത്തില്ല. മോസ്റ്റ് വെയിലാണ്. ഈ വെയിലത്ത് നമുക്ക് എങ്ങനെയും ഒന്ന് രക്ഷപ്പെട്ടാൽ മതി. ഇല്ലടാ, വെയിൽ ഇറങ്ങിയാണ് ഇപ്പോൾ നോക്കിട്ട് വരാം. ഇവിടെ വേറെ പുഴയൊക്കെ ഉണ്ട് ഗായ്സ്. ഇതിപ്പോ ഈ ചതി ചെയ്യുന്ന ആരിലും ഓർത്തോ? അതെ, എന്ത് കഷ്ടം. പുഴ ചാടാൻ വേണ്ടി വലിയ ആളായി. ഡ്രസ്സൊക്കെ എടുത്ത് തലയിൽ എണ്ണയൊക്കെ വെച്ച് നല്ല പ്രിപ്പയർ ആയി വന്നോ. ഇനി നോക്കിയോടാ, പറയാതെ പ്രിപ്പയർ ആവാതെ വരും. അപ്പോഴായിരിക്കും ഫുൾ വെള്ളം. നിന്റെ ഡ്രസ്സെല്ലാം എനിക്ക് ഇടാൻ വേണ്ടി സെറ്റാക്കി വെച്ചോ. ഫുൾ വെള്ളം സീനായിരിക്കും. കവിഞ്ഞൊഴുകുമായിരിക്കും. അത് സത്യം. ദേവിയുടെ താനായി ഗൈസ്. ഇച്ചിരി വെള്ളം വെച്ചില്ലാക്കില്ലേ? വെക്കാൻ എന്താ മറന്നേ. ഗൈസ് വീടെത്തി. വീടെത്തി. ഗൈസ് അവർ നടന്നു വരുന്നു. വേഗം പോരെ. ശശികൾ നടന്ന് വെയിലും കൊണ്ടത് വീട്ടിൽ വന്ന് എഴുന്നിട്ടുണ്ട്. ഇവിടെ നോക്കി നമുക്ക് കറക്റ്റ് അങ്ങോട്ടേക്ക് കാണാം കേട്ടോ. ശശികളും അടുത്തില്ലേ? അടുക്കലെന്ന് പറയില്ലേ? മോസ്റ്റ്
ഇപ്പൊ ചൂടുവെള്ളം മേമിനെ കൊണ്ട് വലിയ ഗ്രാമത്തിൽ ഉണ്ടാക്കിപ്പിച്ച ഗൈസ്. ഇപ്പൊ പച്ചവെള്ളമാണ് ഗൈസ് കുടിക്കുന്നത് അല്ലടാ. കാഴ്ചയാണ് ശശിയായി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഇപ്പൊ നല്ല വിശക്കുന്നുണ്ട്. കാര്യം പുഴയെ ചാടിയില്ലെങ്കിലും ഭയങ്കര വിശപ്പാണ്. അടുത്ത് വെച്ചു ബാഗിലെടുത്ത് വെച്ചു ഫുഡ് കഴിക്കാൻ. നമ്മുടെ കറി വിളമ്പുന്നത് നമ്മുടെ കുഞ്ഞുണ്ണിയാണ്. നമ്മുടെ ചോറും കറിയൊക്കെ ഇതോടെ സെറ്റാണ്. അപ്പം സ്പെഷ്യൽ ഇന്ന് കടൽക്കറിയാണ് ഗായ്സ്. കുഞ്ഞുണ്ണി ചീച്ചട്ടി വടിച്ച് നമ്മുടെ പാത്രത്തിലിട്ട് കറി തീർത്തു. ടച്ചിങ്സ് എല്ലാവർക്കും മീൻ വറുത്താണ് ഗായ്സ്. അടുത്ത അച്ചാറിട്ടോ. പൈകൾക്ക് സ്പെഷ്യലായിട്ട് കറിവേപ്പിലേന്റെ ഓക്കെ. നമ്മുടെ അച്ചാർ തുള്ളിട്ടോ. തുള്ളാൻ മറന്നു പോകുന്നുണ്ട് കൊച്ച്. ആ ഗായ്സ് ഞങ്ങൾ നമ്മുടെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മള് മൂവിയും കണ്ട് കഴിക്കാൻ വേണ്ടി പോവാണ്. അതാ ഇപ്പൊ ഗായ്സ് ഒരു വൈബ് ഉള്ളൂ. പുഴയെ പോയിട്ട് നമുക്ക് അവസ്ഥയായതല്ലേ. വിളമ്പി വന്നു കഴിഞ്ഞപ്പോ അവന് കുറെ ചോറ്. Let's go guys. സിനിമ കാണാം ഗായ്സ്. ചോറ് കഴിക്കാലോ. കുഞ്ഞുണ്ണി പകുതിക്ക് വന്ന അവസ്ഥ. എടാ റെഡ് ലൈറ്റ് ഇല്ലാതെ ഒന്നും മനസ്സിലായി. ഗായ്സ് അങ്ങനെ നമ്മുടെ മൂവിയൊക്കെ കണ്ടു കേട്ടിട്ടുണ്ടായിരുന്നു. നല്ല സൈക്കോ ഫിലിം ആയിരുന്നു. യാ അടിപൊളി മൂവ് ആയിരുന്നു ഗസ്റ്റ്. മൂവി ആയിരുന്നു ഗായ്സ്. നിങ്ങളും കാണാൻ മറക്കല്. എന്താ ഹൗസ് ഓഫ് ഫാക്ട്സ്. നമ്മള് സിനിമ പുഴ ചടങ്ങാണ് ആക്ച്വലി വന്നേ. പക്ഷെ സിനിമകളിലായി. അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ പൊന്നുണ്ണിന്റെ ഏർമാടം കാണാൻ വേണ്ടി പോവാണ് ഗായ്സ്. അപ്പൊ നമുക്ക് പോയി നോക്കാം കേട്ടോ. എടാ ഞാൻ ഒരുണ്ട് വീഴോടെ. അപ്പൊ നടന്നു പോട്ടോ. എടാ പോടാ. എന്റെ മോനെ ഊഞ്ഞാല്. ഈ കൊച്ചു പൊളിയായിട്ടുണ്ടല്ലോ ഊഞ്ഞാല്. ഏർമാടോ എന്റെ മോനെ പൊളിയാണ് കേട്ടോ. എടാ ഇതിൽ കയറി പൊട്ടൂടെ ഇത്? ഇല്ലല്ലേ? സെറ്റ്. എന്നാ ഞാനിത് ഊഞ്ഞാലാണ് പോയേ. സെറ്റ് ടയർ ലൈനിൽ കയറി പോയിട്ടുണ്ട്. അതാ നീ അറിഞ്ഞോ? ഞാൻ പെട്ടു. നീ എന്നെ കാണിക്കുന്നേ ഗൈസ്. സിബ് ലൈൻ അല്ല, ടയർ ലൈനാണ് ഗൈസ്. എടാ ഇവിടെ ചെറിയ ചിൽഡ്രൻസ് പാർക്കാടാ. വാടാ വലയൂഞ്ഞാൽ ഏറുവാടാ. എല്ലാ സെറ്റപ്പും ഉണ്ട്. കേറി വാടാ. എല്ലാ സർക്കസും ഉണ്ട് ഗൈസ്. ഏത് ഏറുമാടം? ഇത് മോശമായല്ലോ. ചാട്. ഞാൻ കയറി പൊട്ടിപ്പോടാ. അപ്പ വരെ കേറി നിക്ക് കേറല്ലേ. എങ്ങനെ ഇറങ്ങും? വീണാൽ ഇങ്ങോട്ടേ വീഴുട്ടോ. അപ്പ 3 പേരൊക്കെ കേറുന്നു. അപ്പനെ കൂട്ടുകാർ എടാ ഇവിടെ നല്ല സ്മോൾ അടിക്കാൻ അടിപൊളിയാ. നൈറ്റില് വരണം. എല്ലാം അടിപൊളിയാ. ഞങ്ങളുടെ കയ്യിൽ അത് ഇല്ലാത്തോണ്ട് മിനി സർക്കസ് ആയിട്ട് കാപ്പി ഒടിയുന്ന അടിപൊളിയായിട്ട് ഇതിലേ കൂടി ഇങ്ങനെ കേറിയിട്ട് അതിലേ കൂടി കയറട്ടെ ഊർന്ന് പോവാ. ആ ടയർ വലിക്കാൻ നീ ചാടും ഗൈസ്. അപ്പം ഓൺ ദ വേ നമ്മളെ പൊട്ടിട്ട് ഊരാൻ പോവാണ്.
താഴേക്ക് ഇടുക. ഓ ഇല്ല. എല്ലോ അത് എപ്പോഴാ ആക്കെ മാറ്റി കെട്ടിയില്ലേ 50 കിലോ ചക്ക വീണ. ഒന്നുമില്ല എന്റെ അമ്മ നേരെ ഇരുന്നോ, പിന്നെ. ഞാൻ കേറുന്നില്ല കാരണം ഞാൻ വീണ് കഴിഞ്ഞാൽ നിങ്ങൾ ചിരിക്കും. അടിയിൽ എന്തോ ഉണ്ട് കേട്ടോ കാര്യമായിട്ട്. അടച്ചു പിടിക്കണം കാരണം മൊത്തം AC ആണ്. എടാ ഞാൻ എങ്ങനെ ഇറങ്ങൂടാ? എടാ അവിടെ ചാടും ഇങ്ങോട്ട്, അപ്പൊ കാലൊടിയില്ല. അവരോട് ഈ പരിപാടികൾ നിങ്ങളറിഞ്ഞോ? ഇല്ല, ഞാൻ പെട്ടു. ഇനിയിപ്പോ വന്ന വഴി തിരിച്ചു റിവേഴ്സ് ആണ് ഗൈസ്. എടാ തലമണ്ട ഒന്നാമത് മണ്ടരാ, ഒന്നുകൂടി തലയിലിട്ട് മണ്ടരാക്കുക. ഒരാവേശത്തിന് കയറിയതാ. കാപ്പി ഒടിഞ്ഞാൽ കുഴപ്പമുണ്ടോന്ന്? ഈ കാപ്പീനെ എനിക്ക് വിശ്വാസമില്ല. അറിയോ കാപ്പി പൊട്ടും. കാപ്പിക്ക് ഭയങ്കര പവറല്ലേ? പവറാക്കി ഞാൻ കേറുമ്പോ പവറൊക്കെ പോകും. കുറ്റിയുണ്ട് അവിടെ. ഒന്ന് നന്നായി ആത്തി കൊടുക്കടാ. അടി നമുക്ക് തലയൊന്നും ഉണ്ടാവില്ല കേട്ടോ, നീങ്ങി നിന്നോ. പാർക്കിലാക്കിയതൊന്നും ഒന്നുമല്ല. നീഗർ അവിടെ എത്തി. പിന്നെ വേണം എന്നാ എന്റെ തലയിൽ പോയത്. മടല് പൊട്ടി നിലത്ത് വീണു. അനുഭവം കൊറേ ഉള്ളതാ. കുഞ്ഞാച്ചി ബി കെയർഫുൾ. ഗൈസ് ഊഞ്ഞാലിന്റെ അവസ്ഥ ഉണ്ടോ? കുഞ്ഞാച്ചി വീഴരുതോ. ഏത് സൂപ്പർമാനാ? പൊട്ടന്മാർ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? പണ്ട് കാലത്ത് അവിടെ കുഞ്ഞിന്റെ മകൻ മലയൂഞ്ഞാലിൽ കയറി. ഇത് ഓട്ടയാണോ? ഇത് കേറോ? കൊറേ ഉണ്ടല്ലോ മലയൂഞ്ഞാല്. നിന്റെ മോനെ 3 പേർക്ക് ഒരുമിച്ചിരിക്കാവോ? ലാസ്റ്റ് ഞങ്ങള് താഴെ. ഈ ടയറില്ലാത്ത ഈ കയറിച്ചിരി വട സിഗ്മയാണ്.
വലയുജാലിരുന്നില്ല. ഞാൻ എടുത്തിട്ടാ ഇരുന്നാലും അത് നിന്റെ തൂവൽ ഉണ്ടാക്കി വെക്കല്ലേ, മാറ്. ഇനി വരുമ്പോ വലുതാക്കണേ, എനിക്കിരിക്കണം. എന്റെ കൈ ഉണങ്ങി. നീ മാറണ, അത് എന്റെയാ. നീ എന്നെ ആട്ടണ്ട, ഞാൻ ആടും. തികയുന്നില്ലല്ലോ ഞാൻ. എന്റെ കാലൊടിഞ്ഞു. ഇവൻ വേണ്ട. A few moments later. ഞാൻ കയറിപ്പോ കിടത്ത വയ്ക്കും. നീ പറഞ്ഞില്ലേ നമുക്ക് ഒരുമിച്ച് കേറാടാ. വാടാ, നമുക്ക് നോക്കാം ആരാ വീടാ. ഇത് സോളാ. ഞങ്ങള് നിങ്ങൾ എങ്ങനെ രണ്ട് സൈഡ് ഇങ്ങനെയല്ലേ? എടാ പൊട്ടന്മാര് വലിയ കാര്യത്തിൽ കെട്ടി വെച്ചതാ. നടുക്കണ്ട് ഹോള് കേറി ഇരുന്നില്ലേ താഴെ. രണ്ടും താഴെ ഒരൊറ്റ മാത്രം ഉണ്ട്. ഇവിടുത്തെ എഫക്ട് അവിടെയാ. നീ കാപ്പിൽ ഞാൻ ചോപ്പിൽ ഇപ്പൊ എന്റെ കഴുത്തും കൊണ്ട് പോകും. ടാങ്ങിന്റെ പോകാനുള്ള സമയായി. വാ പോകാം. ചെറുപ്പന്തി ഇവിടുന്ന് താഴേക്ക് എത്തിയാലാന്ന് തോന്നുന്നു നോർമലാവുന്നത്. അതുവരെ മിൽക്കി ബാർക്ക് ഉണ്ടായിപ്പോയി. അതെ, ഇതിനു മുമ്പ് മിൽക്കി ബാർ എടാ എനിക്ക് പോവണ്ടടാ. കാട്ടിത്തരടാ. ഓക്കെ വാ, ലെറ്റ്സ് ഗോ. ഞാനാട്ടോ, നീ മാറി. ബിഗ് ഹൗസ്. ആകാശത്തോടെ ഉണ്ണി വാവാവോ പൊന്നുണ്ണി വാവാവോ മാമൻ ചിൽഡ്രൻസ് പാർക്കിന്റെ ഓണറായി ഞാൻ യെസ്. അപ്പം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് ഗായ്സ്. അപ്പൊ വൈബിങ് ചില്ലിങ് ആയിരുന്നു. ലെറ്റ്സ് ഗോ ബാക്ക്. ആരും കണ്ടിട്ടില്ല, ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഗായ്സ് അങ്ങനെ നമ്മള് ഗുഡ് ബൈ പറഞ്ഞ് പോവാണ്. അപ്പൊ നമ്മുടെ ബിസ്കൂട്ടിനോട് ഗുഡ് നൈറ്റ് പറയാണ്. ഗുഡ് ബൈ പറയാം. വരാം കേട്ടോ. കുഞ്ഞ് പോട്ടെട്ടോ. നല്ല കുട്ടി വെച്ചണേ. ഞാൻ പോട്ടെട്ടോ കുഞ്ഞ്. വരട്ടോ. അപ്പൊ നമ്മള് പോവാണ്. കോട്ടെ വെച്ചേ ആട്ടോ. എന്നാടാ മാറി നിക്കുന്നേ. ഞങ്ങളെ അറിഞ്ഞോണ്ട് ശശിയൊക്കെ നീ അല്ലാടാ തുറന്നു വിട്ടത്. എനിക്കറിയാടാ, നീ തന്നെയാടാ. തക്കാളിയോ? തക്കാളി ഇഷ്ടല്ല. പക്ഷെ എനിക്ക് തക്കാളിന്റെ ചുവ ഇഷ്ടമല്ല. പോട്ടെ അത് തുറന്നു വിടുമ്പോ പറഞ്ഞോ. അല്ല ഞാൻ പിന്നെ വിളിക്കാം. അവിടെ പോയി നോക്കിട്ട് തക്കാളി എന്റെ മേനെ ക്ഷേമോ. അടിപൊളിയാണ്.
ഗുഡ് ബൈ പറഞ്ഞോടാ. അങ്ങനെ നമ്മൾ ഗായ്സ് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന ടൈം ആയിട്ടുണ്ട്. അപ്പം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഇനി നമ്മൾ വേറൊരു ദിവസമാണ് മേമിൻ്റെ അടുത്തേക്ക് വരിക. അപ്പം ഇന്നത്തെ വൈബ്സും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും എല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഗായ്സ്. എല്ലാവർക്കും ബൈ.